ഇതെന്റെ പൊന്നുമോളാണ്, ചക്കരമാണ്. ക്യാമറ കാണുമ്പോൾ ഇങ്ങനെ നോക്കൂ. ഹലോ ഹലോ ഹലോ. അപ്പൊ നമ്മളെ മണിക്കൂറിന്റെ മേതുട്ടിയുള്ള സ്കൂളിൽ പോയി. നമ്മൾ ഇന്ന് ഒന്ന് പാപ്പിൻശ്ശേരിയല്ലമ്മേ, പാപ്പിൻശ്ശേരി വരെ പോവേനെ. ആടെ ഏട്ടന്റെ കുഞ്ഞിന്റെ പാല് കൊടുക്കലാണ്. പാടത്തേക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ വെക്കുന്നു. കുട്ടികളൊന്നുമില്ല, കുട്ടികളെല്ലാവരും സ്കൂളിൽ പോയി. ഞാൻ പറഞ്ഞ പോലെ അതെ, അമ്മ ഇന്ന് ലീവാക്കുകയും ചെയ്തു. ഞാൻ ലീവാക്കി. എന്റെ ചേച്ചീന്റെ മോന്റെ കുഞ്ഞിന്റെ പാല് കൊടുക്കലാണ്. അമ്മേന്റെ ചേച്ചീന്റെ മോന്റെ കുഞ്ഞിന്റെ അതിനല്ലേ അമ്മയും പറഞ്ഞതല്ലേ. നമ്മളിപ്പം ആ ഒരു ഫംഗ്ഷന് വേണ്ടിട്ട് പോവുന്നു. പോകുമ്പോ സാധനം മേടിക്കണം. അപ്പൊ അതും കൂടി കുഞ്ഞിക്ക് ഒരു സാധനം മേടിക്കണം. അപ്പൊ അതെല്ലാം നമ്മള് ആ ചടങ്ങ് പോലെ പോവുകയാണ്. അതെ, അപ്പൊ ഏതായാലും ഇറങ്ങി നമുക്ക് പോവാം. അമ്മേ അങ്ങനെ നമ്മുടെ മോതിരെടുത്തു. അമ്മ ബാക്കിലിരിക്കുന്നു. അയ്യോ കൈ വളയാ ബാക്കിലുണ്ട്. പണ്ടൊന്നും സ്വർണത്തിന് ഇത്ര പൈസ ഇല്ലല്ലോ, ഇപ്പൊ ഒറ്റയടിക്ക് അത്ര പൈസ. പണ്ടെല്ലാം നമുക്ക് എന്താന്ന് പറയാ, പണ്ട് വളയെല്ലാം കൊടുക്കുന്നെടുത്താ ഇപ്പൊ ഒരു മോതിരം വരെ മേടിക്കാൻ പറ്റുന്നില്ല, അത്രയും പൈസയായില്ലേ. സ്വർണത്തിന് എമ്മാതിരി സ്വർണത്തിനും അല്ല വെള്ളിക്കും കൂടി. സ്വർണത്തിനും വെള്ളിക്കും കൂടി. പണ്ട് വെള്ളിക്കും നമ്മൾ അധികം കാര്യാക്കയില്ല. പാദസരം ഇതൊന്നും എടുത്തു കഴിഞ്ഞാല് ആ സമയത്ത് മൂലക്കെല്ലാം വെച്ചിട്ട് പാദസരം എല്ലാം കറക്കും വേണ്ടി മൂലക്ക് വെച്ചു. പൈസ ഇല്ലല്ലോ തിരിച്ചു കൊടുക്കുമ്പോ. വെള്ളിക്ക് അത്ര പൈസയായി. വെള്ളിക്കും അതുപോലെ തന്നെ സ്വർണത്തിന് ഡബിൾ റെക്കോർഡ് വിലയാണല്ലേ. അതെ, അയ്യോ സ്വർണത്തിന് തൊടാൻ പറ്റൂലപ്പാ. അപ്പൊ ഏതായാലും നമ്മള് ഇനിയിപ്പൊ നമുക്ക് വിടാം. രാത്രിയാണല്ലേ. ഇപ്പം രാത്രി, ഇപ്പൊ എന്നെ 12 മണിയായി. ഇനിയിപ്പൊ നമുക്ക് ഏടി ഇറങ്ങണ്ട, നേരെ പോവാ തോന്നുന്നു. അതെ. അങ്ങനെ നമ്മള് ചായ കുടിച്ചു. പാല് കൊടുക്കൽ നമ്മൾ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞു. പാല് കൊടുക്കൽ കഴിഞ്ഞു അല്ലേ. നമ്മൾ വരുമ്പോ കുറച്ച് ഇത്തിരി ബ്ലോക്ക് ആയിരുന്നു. നല്ല ബ്ലോക്കാണ്. കണ്ണൂര് പിന്നെ പൊതുവേ ബ്ലോക്കാണ്, പിന്നെ പറയാനൊന്നും ആവശ്യമില്ല. അപ്പൊ നമ്മളിവിടെ വന്ന് ചായയെല്ലാം കുടിച്ചു അല്ലേ. ചായന്റെ ക്ലിപ്പും അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ പേര് എടുത്ത് ഒരു ഫോട്ടോയിലെടുത്ത് അല്ലേ. ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകണം. അപ്പോൾ 4 മണിയാകുമ്പോൾ മണിക്കൂട്ടനും മേതൂട്ടിയും വരും. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ അവിടെ എത്തണം. കാഴ്ചക്കുള്ള ഡാൻസ്. അതെ, അങ്ങനെ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഇതായിപ്പോയി. അതുകൊണ്ട് പാലൊടുക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ആപ്പൻ്റെ അടുത്ത് എത്തിയ മേമേരുടെ അടുത്ത് ഇനിയിപ്പം പോവാൻ നിൽക്കുന്നു. കുഞ്ഞാവ് ഇതാ ഉറങ്ങി എണീച്ചിട്ട് ഇങ്ങനെ ആരെല്ലാന്ന് നോക്കിയെന്ന്. പോട്ടെ വരുന്നാ ക്യാമറ കാണുമ്പോൾ ഇങ്ങനെ നോക്കുന്നിട്ടാ. നോക്കിയെന്ന് വരുന്നാ. അതെയാ, ഓ അത് തട്ടിപ്പറിക്കണോന്ന്. ഓ അടുത്തേക്ക് പോ, എങ്ങനെ നേക്ക് തട്ടിപ്പറിക്കാൻ വേണ്ടി നോക്കുന്നല്ലേ. നമ്മൾ കുറേ സമയം വീട്ടിലെല്ലാം ഇരുന്നു കേട്ടോ. ഇരുന്നിട്ട് പോകാൻ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. ആ ക്ഷീണത്തിന്, ഭക്ഷണം കഴിച്ച ക്ഷീണത്തിന് അങ്ങനെ വന്ന് കിടന്ന് വെള്ളം കുടിച്ച് ഇങ്ങനെ ഇരുന്നു പോയി. അപ്പോൾ പോകാനാകുമ്പോൾ നമ്മൾ കുഞ്ഞിനെ കാണിക്കേണ്ടിയെന്നല്ലേ ഓർമ്മ. ഒരു ടാറ്റ പറഞ്ഞേ. പുള്ളിയെല്ലാം ഉറക്കത്തിൽ ഇപ്പം എണീച്ചതേലും ഇപ്പം മുന്നേ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമെന്ന്. അപ്പാ ശരി. കാഴ്ചയുണ്ട്. സ്ഥലത്തിന്റെ പേര് വയലപ്ര പാർക്കിന്റെ അടുത്തല്ല, ഒരു അമ്പലത്തില് വയലപ്രല്ലേ അല്ലേ, അമ്പലത്തിലേക്ക് കാഴ്ചയുണ്ട്. അപ്പൊ കാഴ്ച പ്രാക്ടീസ്
പ്രാക്ടീസാണ് പ്രാക്ടീസ്. ഇതെന്താണ് അമ്മി മോള് വിശ്വസിക്കുന്നത്? എന്താണ് വിശ്വസിക്കുന്നത്? എനക്ക് പണ്ടേ അറിയാ, എന്നോട് തുറന്നു വിജിനാമ്മ, ഞാൻ കണ്ടിന് ഫോട്ടോ പണ്ട്. അത് പറയുന്നില്ല. ഇതെന്റെ പൊന്നുമോളാന്നേ, എന്റെ ചക്കര മോളാന്നേ. ഇവളെ പേരെന്ന് പറയാ. ഇവള് സ്കൂളിൽ നിന്ന് ടൂറിന് പോകുന്നുണ്ടേ. അത്ര പറഞ്ഞാ മതിയാ? മേതുട്ടി സ്കൂളിൽ നിന്ന് ടൂറിന് പോവുകയാണ് ഗൈസ്. മേതുട്ടി ഓക്കെ, മേതുട്ടി പറയാൻ വിടുന്നില്ല. മണിക്കൂട്ടാ, അപ്പൊ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കി നമ്മളെ പക്ഷെ അല്ല, നിന്റെ യൂണിഫോം ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടിട്ട്. യൂണിഫോം ബാക്കി പറയാൻ പറ്റുന്നില്ല, അതാ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ച അമ്മ അതൊക്കെ പറഞ്ഞിരുന്നു. എന്റെ തന്നെ പറയാൻ കിട്ടുന്നില്ല, പിന്നെ നീ വെച്ചെന്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എനിക്ക് 2 ടാസ്കുകളുണ്ട്. ഒന്ന് കാഴ്ച, ഒന്ന് നാളെ 2 പരീക്ഷ. ഏത് സജസ്റ്റ് ചെയ്യണം പറയൂ? ബാക്ക് സത്യം പറഞ്ഞ എന്റെ മോൻ എന്താ ഉദ്ദേശിച്ചു? അത് ഡോറയാ. അപ്പൊ ഇനിയിപ്പൊ മണിക്കൂട്ടിനെയും കൊണ്ട് ഡാൻസിന്റെ അടുത്തേക്ക് പോണല്ലേ? അവിടെ പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇത് മണിക്കൂട്ടൻ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചതാണ്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഇല്ലത് കൊണ്ട് എക്സാമിൻ്റെത്, പക്ഷെ മണിക്കൂട്ടൻ ഓൾറെഡി പഠിച്ചു എന്നുള്ളതാണ് പറഞ്ഞു തന്നത് ഗായ്സ്. മാർക്ക് പറഞ്ഞു എന്തായാലും പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ സയൻസാ. കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, പിന്നെന്തോ GK എന്തോ ഉണ്ട്. അപ്പൊ മണിക്കൂട്ടൻ ഇതെല്ലാം മുന്നേ പഠിച്ചു എന്നല്ല പറഞ്ഞ അങ്ങനെ അല്ലല്ലേ? കമ്പ്യൂട്ടറിനോടോ GK-നോട് ഒരു ഇഷ്ടക്കുറവുണ്ട്. അതാണ് അവൻ ഡാൻസിന് പോകുന്ന എനിക്കൊരു സംശയം. അപ്പൊ മാർക്ക് പറഞ്ഞ ഈ കാരണം പറയാലോ. ഉടായിപ്പ് നമ്മൾ ഈ സ്കൂൾ കഴിഞ്ഞല്ലേ വന്നിനി. അല്ല, ഇയാളെന്നാ കളിക്കുന്നത്? ഇയാൾക്ക് എക്സാം ഒന്നുമില്ല, നാളെ ലീവാണല്ലേ? ഇനിയിപ്പോ തിങ്കളാഴ്ച. പക്ഷെ നമ്മുടെ മേതുട്ടി അടുത്തൊരു ടൂറിന് പോകുന്നുണ്ട്. നമ്മളെല്ലാം ഇവിടെ വീട്ടില്, ഞാൻ അച്ഛൻ പറഞ്ഞു അച്ഛനും വരാന്ന് പറഞ്ഞതാ വിളപ്പുരം. പക്ഷെ വണ്ടിയിലെ കിളിയായിട്ട് വണ്ടിയിൽ കിളിയായിട്ട് ഞാൻ പോകാന്ന് വെച്ച് നിന്നതാണ്. ഞാനും വിചാരിച്ചു മേതുട്ടി അച്ഛൻ വന്നോട്ടെ കിളിയായിട്ട്, എനിക്ക് എന്റെ മോളെ വിട്ട് നിക്കാൻ പറ്റൂലേ? അച്ഛൻ വിചാരിച്ചു വണ്ടിയിലെ കിളിയായിട്ടോ, ഞാൻ വിചാരിച്ചു സ്കൂളിലെ ആന്റി ആയിട്ട് വരാന്ന്. മേതുട്ടി എന്തെങ്കിലും ഒന്ന് പറ മേതുട്ടി. ഓള് ടൂറിന് പോകുന്നതിനെ കുറച്ചേരം ആശ്വാസം കിട്ടാനാണ്. ആടി നമ്മൾ എന്തിനാ പോകുന്നത്? മേതുട്ടി നമ്മളെയും കൂട്ടി മേതുട്ടി ടൂറിന് പോകുമ്പോ. പറയുന്നട്ടാ ഞാൻ ഒറ്റക്ക് പോയിക്കോട്ടെന്ന്. അല്ല മേതു, ആശ്വാസത്തിന് എന്തിനാ ടൂറിന് പോകുന്നല്ലേ? അവന്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പുറം ആരെല്ലാം ഐസ്ക്രീം തരും, ഐസ്ക്രീം, ഫുഡ് ഓർഡർ ചെയ്യും. അപ്പൊ ഇവര് അടിച്ചു പൊളിക്കുന്നാന്ന് പറയുന്നത് ഗൈസ്. എന്ന് നമുക്ക് മേതുട്ടീനെ വിടണ്ട, അന്ന് നമുക്ക് മേതുവിനെ കുട്ടീനെ വേറെ ടൂർ പോവാം. നോക്കിയിട്ട് ഇത് മുടക്കാൻ വേണ്ടിട്ട് പല വിധത്തിൽ ഞാൻ ശ്രമിച്ചു, പക്ഷെ മേതുട്ടി ഇവരൊരു ഗാങ് ആണ്. അപ്പൊന്ന് വെച്ചാൽ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നിട്ടൊക്കെ പോവാൻ വേണ്ടിട്ട് കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ മേതുട്ടിയും പോയിക്കോട്ട്. നമ്മള് മണിക്കൂട്ടിനെയും കൂട്ടി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണേ. മണിക്കൂട്ട എത്ര മണിക്കാ മണിക്കൂട്ടാ? 6 മണി 5:30 അതെ, 5:30 5:30 കഴിയുമ്പോ എത്തണമെന്ന് പറഞ്ഞു. കാഴ്ച കൊറേ വൈകി. ഇവനിപ്പോ നേരെ പോകുന്ന ഇവന്റെ ഒന്ന് റിഹേഴ്സൽ നോക്കാൻ വേണ്ടിട്ടാണ്. കാരണം മണിക്കൂട്ട് ഒറ്റ ദിവസം കുറച്ച് 1 മണിക്കൂർ എങ്ങാനും പോയിട്ട് ഡാൻസ് ഒന്ന് പഠിച്ചെടുത്തിയാണ്. ബാക്കി അവരയച്ചു കൊടുത്തു. അങ്ങനെ വീട്ടിൽ നിന്ന് സമയം കിട്ടുമ്പോ എല്ലാം പഠിച്ചെടുത്തിയാണ്. അപ്പൊ അവര് കൂട്ടത്തില് ഒന്ന് കളിക്കാലോ എന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോ കൊണ്ടാക്കാൻ. അതെ, മണിക്കൂട്ടിനെ ഒന്ന് ഇങ്ങനെ പഠിച്ചു പോയി. ഏതെങ്കിലും ഒരു ഡാൻസ് കേറി കളിക്കുന്നതെല്ലാം ഡാൻസ് തന്നെ മേതു. ഇന്ന ഡാൻസ് ഒന്നുമില്ല, അപ്പൊ കാഴ്ചയും ഉണ്ടല്ലേ അവിടെ? കാഴ്ചയും ഡാൻസും എല്ലാം കണ്ടിച്ച് നമുക്ക് വരാന്നാല്. രാവിലെ ഓട്ടായിരുന്നു. അതെ, രാവിലെ ഓട്ടാണ്. സിനാടിന് ഡ്രൈവ് ചെയ്ത് മതിയായ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആയിരുന്നു. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഇതാണ് യാത്ര.
പിന്നെ ഇതെല്ലാം. പിന്നെ ഇപ്പൊ അത് ഓടിച്ച് ശീലായി വരുമ്പോ ചെറിയൊരു ഇഷ്ടം കൂടി. എനക്ക് പഠിക്കണം എന്നുണ്ട്, ലൈസൻസ് ആടിയുണ്ട്. പക്ഷെ പഠിക്കാൻ പോവാ, ഇന്ന് പോവാ നാളെ പോവാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ ഏതായാലും ഇനിയിപ്പോ ഒരു ദിവസം പോണം. എന്നിട്ട് പഠിച്ചാൽ സീനാണ്ട് കുറച്ച് ഹെൽപ്പായല്ല. എനക്ക് വലിയ കൊല്ലം കൊറേയായി ലൈസൻസ് കിട്ടിയാലേ പറയുന്നുണ്ട്. ഇതുവരെ നടന്നിക്കാന്നേ ഇല്ലു. ആരെല്ലാം ഓടിക്കുന്ന കാണുമ്പോ ഓടിക്കാൻ തോന്നേ. പിന്നെ അത് ഇവിടെ പിന്നെ മറ്റേ ഇതുപോലെയാണ് ഗണപതി കല്യാണം എന്നല്ല പറയുന്നത്. നാളെ അതെ, നീളെ അധികം എന്നെ കുറ്റം പറയണ്ട, അതുകൊണ്ട് ഞാൻ കട്ടാക്കാം. ബാക്കി നമുക്ക് പിന്നെ പറയാം. കുറ്റൊന്നും പറയാനൊന്നുമില്ല. ബാക്കി മേതുട്ടി പറയും. മേതുട്ടി ഇത് ഇങ്ങനെ സൈലന്റ് ആവില്ല. മേതുട്ടി ഇത് രസമില്ല. നമ്മള് പഴയ മേതുട്ടിന്റെ കുറെ ബ്ലോഗിൽ പാട്ടെല്ലാം പാടുന്നുണ്ട്. മേതുട്ടി ഇപ്പൊ ഒന്നാണ് ഭയങ്കര സൈലന്റ്. മേതുട്ടി ഒരു പാട്ട് ഒന്നും പറയുന്നില്ല. പാട്ടെല്ലാം ഇപ്പൊ പണ്ട് ഇവൻ അങ്കൻവാടി പോകുമ്പോ അമ്മാമ്മ ബാക്കിലുണ്ട്. അമ്മാമയിൽ എത്ര പാട്ട് പഠിപ്പിക്കുന്നു. ഇപ്പൊ നിന്റെ ടീച്ചർമാരൊന്നും പാട്ടൊന്നും പഠിപ്പിക്കില്ലേ? എന്തെല്ലാം പണ്ട് മൊയലിന്റെ പാട്ട്, ആനേന്റെ പാട്ട്, പശു അമ്പേന്റെ പാട്ട്. ഇപ്പൊ UKG ഇപ്പൊ അടുത്ത പ്രൊമോഷൻ, ഇന്ന് പ്രൊമോഷൻ കാർഡും കൊണ്ടാ വന്നിട്ടാ. ഇന്ന് എന്നോട് അച്ഛാ എനക്കൊരു പ്രൊമോഷൻ കാർഡ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രൊമോഷൻ കാർഡ് 1ാം ക്ലാസ്സിലേക്കുള്ള യൂണിഫോമിന്റെ പ്രൊമോഷൻ കാർഡ്. അപ്പൊ മണീന്റെ ഫ്രണ്ടാണ്. മണിക്കുട്ടന്റെ ഫ്രണ്ടാ. അങ്കൻവാടിയിൽ ഒപ്പരം പഠിച്ചതാണ്. അതേപോലെ അപ്പൊ നമ്മ പറഞ്ഞു നിർത്തിയത് മേതുട്ടീന്റെ പ്രൊമോഷൻ കാർഡ് കിട്ടി കഴിഞ്ഞിട്ട് അച്ഛൻ എനിക്ക് പ്രൊമോഷൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. യൂണിഫോമിന്റെ പൈസ കൊടുക്കേണ്ട കാർഡ്. യൂണിഫോമിന്റെ പൈസ അതാണ് പ്രൊമോഷൻ കാർഡ്. എനിക്ക് കാർഡ് കിട്ടി, ഞാൻ ഉള്ളിൽ നോക്കാനും തന്നിട്ടില്ല.